സൺഡേ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓഫറുകളെ കുറിച്ചാണ്. പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫറും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇല്ലേ, ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ഓഫറും കാര്യങ്ങളും ഇപ്പോഴും നിലവിലുണ്ടോ, ഏതൊക്കെ ചാനലാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ മലയാളം ചാനൽ മാത്രമായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുമോ, സ്പോർട്സ് ചാനലാണ് കാണേണ്ടത്, അതുകൊണ്ട് ആ പാക്കേജ് മാത്രമായിട്ട് റീചാർജ് ചെയ്യുക, അങ്ങനെ പലതുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഓഫറും കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സൺഡേ ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 മാസത്തേക്കുള്ള ഓഫറാണ്. 277 രൂപയ്ക്ക് 3 മാസമുള്ള മലയാളം പാക്കേജ് മാത്രമുള്ള ഓഫറാണ് പറയുന്നത്. ഈ മലയാളം പാക്കേജിൽ 5 മലയാളം ചാനൽ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ചാനലുകളും ഉണ്ടാകും. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന സെയിം ഓഫർ തന്നെയാണ് ഇപ്പോഴും നിലവിലുണ്ട്. ആ പാക്കേജ് ഇപ്പോഴും റീചാർജ് ചെയ്യാവുന്നതാണ്. അതായത് കട്ടായിട്ട് റീചാർജ് ചെയ്യണം, അതായത് അക്കൗണ്ട് കട്ടായിട്ട് റീചാർജ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സ്, ടി വി കട്ടായതിന് ശേഷം റീചാർജ് ചെയ്യാൻ പോകുന്നവർക്കാണ് ഈ ഓഫർ ഉള്ളത്. ഒരു 10 മിനിറ്റ് മുന്നേ ഓഫായി കിടന്നാലും കട്ടായിട്ട് റീചാർജ് ചെയ്യാൻ പോകുന്നവർക്കാണ് 3 മാസത്തേക്ക് 277 രൂപയുടെ ഓഫറാണുള്ളത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് 527 രൂപയുടെ ഓഫറുണ്ട്. അതുപോലെ തന്നെ 30 ദിവസം കട്ടായി, അതായത് ഒരു മാസം കട്ടായിട്ട് റീചാർജ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ 6 മാസത്തേക്ക് 349 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 30 ദിവസം കഴിഞ്ഞിട്ട് കട്ടായിട്ട് റീചാർജ് ചെയ്യാൻ പോകുന്ന ഒരു മാസം കട്ടായിട്ട് റീചാർജ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സിന് 669 ഒരു വർഷത്തേക്കുള്ള പാക്കേജ് ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ഇപ്പോൾ അധികം ആൾക്കാർ 669 രൂപയുടെ ഒരു വർഷത്തേക്കുള്ള ചാനലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് വരുമ്പോൾ മലയാളത്തിലെ ഈ പാക്കേജിലും 5 ചാനലില്ല ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും ഉണ്ടാകുന്നതാണ്. ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, ന്യൂസ് 18, സി കേരളം, ഫ്ലവേഴ്സ്, ഈ 5 ചാനലുകൾ ഈ പാക്കേജിൽ കിട്ടുന്നതല്ല. അത് അഡീഷണലായിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചാനൽ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ പാക്കേജ് എന്തായാലും നിലവിലുണ്ടായിരിക്കണം. ഈ ഒരു പാക്കേജ് കയറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഏത് ചാനലാണ് വേണ്ടത് ആ ചാനൽ അഡീഷണലായിട്ട് റീചാർജ് ചെയ്ത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 669 രൂപ ചെയ്താൽ ഒരു വർഷത്തേക്കുള്ള പാക്കേജാണ്. ഇനി പല ആളുകളും ചോദിക്കും മലയാളത്തിലെ ഫുള്ള് ചാനൽ, ഈ 5 ചാനലുകളും കൂടി ഉള്ള പാക്കേജ് ഏതാ വരുന്നതെന്ന് ചോദിച്ചാൽ 239 മന്ത്ലി വരുന്ന പാക്കേജിൽ ബേസിക് പാക്കേജിലുള്ള പാക്കേജാണ് വരുന്നത്. റീചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഓഫറാണ് ഇപ്പോൾ നിലവിലുള്ള ഓഫർ. അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള സൺഡേ ടെക് ഓഫീസിൽ പോയിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഈ ഓഫർ പറഞ്ഞു കൊടുത്തിട്ട് റീചാർജ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഓൺലൈനിൽ പോയി റീചാർജ് ചെയ്താൽ റീചാർജ് ആകുന്നതല്ല. ഈ ഓഫറൊന്നും സ്പെഷ്യൽ ഓഫറുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനത്തെ ഓൺലൈനിൽ വഴി റീചാർജ് ചെയ്ത് ഓഫർ ആക്റ്റീവ് ആകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺഡേ ടെക്കിൻ്റെ ഓഫീസോ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിലോ പോയിട്ട് ഓഫർ ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി നിങ്ങൾ ക്യാഷ് ഇങ്ങോട്ട് ഇട്ടെന്നാൽ ഇവിടുന്ന് ചെയ്ത് റീചാർജ് ചെയ്ത് തരുന്നതാണ്. ഇനി അതുപോലെ തന്നെ റീചാർജിന് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റീചാർജ് ചെയ്തിട്ട് പല ആളുകൾക്ക് പിക്ചർ വരാത്ത പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ പിക്ചർ വരാത്ത പ്രശ്നം ഒന്നെങ്കിൽ ടി വി ചെയ്ത് ഓണാക്കി വെച്ചതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. ഈ ഓൺലൈനൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം അധികം വരുന്നത്. റീചാർജ് ചെയ്തതിന് പെട്ടെന്ന് ടി വി ഓണാക്കി വെച്ചതിന് ശേഷം റീചാർജ് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റ് എമൗണ്ട് അടിക്കുക. എമൗണ്ട് മാറിപ്പോയിട്ട് വേറെ പാക്കേജിലൊക്കെ ചെയ്ത് പോയിട്ട് മലയാളം ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും വിളിച്ച് മെസ്സേജും കാര്യങ്ങളും അയക്കാറുണ്ടായിരുന്നു. അപ്പം അധികം എല്ലാതും റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, മെസ്സേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം സമയത്തിനനുസരിച്ച് പരമാവധി ആളുകളുടെ സ്മാർട്ട് കാർഡ് നമ്പർ നോക്കി ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡിയാക്കാറുണ്ട്. അതുപോലെ തന്നെ പാക്കേജ് കാര്യങ്ങൾ മാറിപ്പോയാൽ അത് മലയാളം പാക്കേജിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ സ്പോർട്സിൻ്റെ ചാനൽ ആഡ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ച് വിളിക്കാറൊക്കെ ഉണ്ട്. 1-2 ചാനലാണെങ്കിൽ മാക്സിമം 1-2-3 ചാനലാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഒരു ദിവസം കുറേ ആളുകൾ മെസ്സേജും കാര്യങ്ങളും അയക്കുന്നതുകൊണ്ട് അധികം 1-2 ചാനലാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം റീഫ്രഷ് കൊടുത്താൽ ആ ചാനൽ വന്നതിന് ശേഷം വീണ്ടും ചാനൽ ചെയ്യുമ്പോൾ അത് റീഫ്രഷ് കൊടുത്താൽ പിക്ചർ വരികയില്ല. അപ്പോൾ ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 1-2 കൂടുതലാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ വിളിച്ച് ആക്റ്റീവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഓഫറിൽ ഈ ഓഫറാണ് പറയുന്നത്. ഇതുവരെയുള്ള ഓഫർ ഇതാണ് വന്നിട്ടുള്ള ഓഫർ. അപ്പോൾ റീചാർജ് ചെയ്യാൻ പോകുന്നത് 277 ഓഫർ 3 മാസത്തേക്കുള്ളത് ഒക്കെ മാക്സിമം റീചാർജ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ചാനലാണ് വേണ്ടത്, HD, സൂര്യ, അങ്ങനെ ഏത് ചാനലാണോ നിങ്ങൾക്ക് വേണ്ട ചാനൽ അത് ഓരോന്ന് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ പാക്കേജ് മിനിമം ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ചാനലുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൺഡേ ടെക്കിൻ്റെ